ഡോക്ടർ, അതുപോലെ ടിഷ്യൂ ഇഞ്ചുറീസ്, ലിഗമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ആയുർവേദത്തിൽ എങ്ങനെയാണ് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുക? ബേസിക്കലി ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് ആയുർവേദത്തിൽ ചികിത്സ ചെയ്യാൻ പറ്റും. ചികിത്സയുടെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ആയുർവേദത്തിൽ അതിൻ്റെ കൈൻഡ് ഓഫ് വേ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ലേപനങ്ങൾ, അല്ലെങ്കിൽ ഇൻറ്റേർണൽ മെഡിസിൻസ്, അല്ലെങ്കിൽ അതിന് പറ്റുന്ന കിഴികളോ, അല്ലെങ്കിൽ ഫിസിയോ പോലുള്ള, അതായത് ആയുർവേദത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൈൻഡ് ഓഫ്, പിന്നെ കുറച്ച് മർമ്മ ചികിത്സകൾ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൽ വരുന്ന പോസിബിലിറ്റീസ് രണ്ടെണ്ണമാണ്. ഇഞ്ചുറീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ടിയർ ഉണ്ടാവാം. അതായത് അതിന് എന്തെങ്കിലും ഈ ചതവ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അതിന് കീറലുണ്ടാവാം. ഈ കീറൽ തന്നെ ഒരു പകുതി നമ്മളതിനെ കുറച്ച് ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതൊരു പകുതിക്ക് മുകളിലൊക്കെയാണ്, അല്ലെങ്കിൽ അത് എന്താ പറയുന്നത്, നമ്മളെ ഒരു മെക്കാനിക്കൽ കാര്യം പോലെ തന്നെയാണ്. നമ്മൾ ലിഗമെന്റ് അല്ലെങ്കിൽ ടെൻഡനൊക്കെ അത് കീറിക്കഴിഞ്ഞാൽ, അതും ഒരു പരിധിക്ക് മേളിൽ കീറിക്കഴിഞ്ഞാൽ അത് തനിയെ വന്ന് പിന്നെ ഒട്ടി ഇരിക്കത്തില്ല. നമ്മളെ ബോൺ ഫ്യൂസ് ആവുന്നത് പോലെ ഇത് വന്ന് തനിയെ ഒട്ടി ഇരിക്കത്തില്ല. അപ്പോൾ ഒരു പരിധിക്ക് മേളിൽ അതിന്, ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, നമുക്ക് ഗ്രേഡിങ് ഉണ്ട്. ഈ ഗ്രേഡ് ഒരു പരിധിക്ക് മേളിൽ കീറലുണ്ടെങ്കിൽ പിന്നെ നമ്മളതിന് സർജിക്കൽ സ്യൂച്ചേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് നമ്മളതിനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിന് മുന്നേ ഉള്ള കണ്ടീഷൻസിലെല്ലാം നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. അതായത് ചതവിന്റെ കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെയാണ് നമ്മുടെ ചെറിയ ചെറിയ കീറലുകൾ, ടീറൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ അത് വരുന്ന സ്പോട്ട് ഏതാണെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ മുട്ടിൽ വരാം, അല്ലെങ്കിൽ താഴെ നമ്മുടെ കാലിൽ ആംഗിൾസിന്റെ ഭാഗത്തിൽ വരാം, ഏത് ശരീരത്തിന്റെ ഭാഗത്തിൽ വേണമെങ്കിലും വരാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ്സ് വ്യത്യാസപ്പെടുത്തും. എന്നിട്ട് അത് ചില ചികിത്സയ്ക്ക് നമ്മൾ മൂവ്മെന്റ്സ് നമ്മൾ അഡ്വൈസ് ചെയ്യും. ചില ട്രീറ്റ്മെന്റ്സിന് നമ്മൾ മൂവ്മെന്റ്സ് റെസ്ട്രിക്റ്റ് ചെയ്യും. ചില ട്രീറ്റ്മെന്റ്സിന് നമ്മൾ ഓപ്പൺ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യും. അതായത് നമ്മൾ മർമ്മ, അല്ലെങ്കിൽ അതിന്റെ പ്രഷർ പോയിന്റ്സ്, നമ്മുടെ ട്രിഗർ പോയിന്റ്സ് ഒക്കെ നോക്കി നമ്മൾ ട്രീറ്റ്മെന്റ്സ് ചെയ്യും. ചില കണ്ടീഷൻസിലാണെങ്കിൽ നമ്മൾ അത് ക്ലോസ് ചെയ്യും. അതായത് അതിന് ബാൻഡേജ് ചെയ്ത് വെച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ പറയും. അങ്ങനെ അതിന്റെ സൈറ്റും കൂടെ അനുസരിച്ചിട്ട്, അതിന്റെ സിവിയറിറ്റി അനുസരിച്ചിട്ടും അതിന് വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചും കൂടെ എന്താ പറയുന്നത്, സേഫും ആണ്. പിന്നെ അതിന് പറ്റുന്ന ഇന്റേണൽ മെഡിസിൻസും കൊടുക്കും. അതായത് ടിഷ്യൂ ഡെവലപ്മെന്റിന്, ടിഷ്യൂ നറിഷിംഗ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ടെൻഡൻസിനാണെങ്കിലും ലിഗമെന്റ്സിനാണെങ്കിലും ഒക്കെ കുറച്ച് നറിഷിംഗ് ആയിട്ടുള്ള മെഡിസിൻസും കൂടെയൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. രണ്ടും കൂടെ കമ്പൈൻഡ് ആവുമ്പോൾ നമുക്കതിന് നല്ല റിസൾട്ട് ഉണ്ടാവും.